ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്പ്രിംഗ് റോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദയും 1/4 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കട്ടിയില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളൊരു ഗ്ലാസ്സിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് മൈദ, 1/4 ഗ്ലാസ് കോൺഫ്ലോർ, 1/4 ഗ്ലാസ് വെള്ളം ഈ ഒരളവിലെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ കട്ടിയില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാവാനായിട്ട് വയ്ക്കാം. പാൻ ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു ബ്രഷ് മാവിൽ മുക്കിയിട്ട് ഇതേപോലെ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല നൈസായിട്ടുള്ള ഷീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കണം. പാൻ നല്ല ചൂടാവാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ബ്രഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ചെറിയൊരു ചൂടേ പാനിന് പാടുള്ളൂ. പിന്നെ നമ്മൾ നല്ല നൈസായിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ബ്രഷ് മാവിൽ മുക്കിയിട്ട് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമുക്കിതൊരു ഷീറ്റിൻ്റെ പോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല നൈസായിട്ടുള്ള ഷീറ്റ് കിട്ടിയാലാണ് ഈ സ്പ്രിംഗ് റോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ ചെറുതായി ഒന്ന് വിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഇത് പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും പാനിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാനിന് ചൂട് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ഷീറ്റും ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഷീറ്റെല്ലാം തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നന്നായി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാളയും 2 പച്ചമുളകും ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് നന്നായി ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്തത്, പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് വേവിച്ചിട്ട് ചെറിയതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു 1/4 കപ്പിൽ കുറവായിട്ട് കുറച്ച് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചത് എന്നിവ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഈ എരിവും ഉപ്പെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സ്പ്രിംഗ് റോളിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഷീറ്റിലും മസാല നിറച്ചൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ഷീറ്റ് എടുക്കുക. അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒന്ന് മടക്കുക. അതിനുശേഷം നമുക്ക് ഈ സൈഡിലേക്കായിട്ട് കുറച്ച് മൈദ മാവിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു തിക്കിലായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചത് കുറേശ്ശെ ഒന്ന് പരട്ടി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മസാല ഒന്നും തന്നെ പുറത്തേക്ക് വരില്ല. പിന്നെ ഇത് ഓയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ ഒട്ടും തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കടക്കില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ ഷീറ്റും മസാല നിറച്ചൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കണക്കിന് പൊടി എടുക്കുമ്പോൾ നമുക്ക് 6 ഷീറ്റാണ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഈ 6 ഷീറ്റിലും മസാലയെല്ലാം നിറച്ച് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള റോളുകൾ നമുക്കൊന്ന് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വെജ് സ്പ്രിംഗ് റോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.